കൂട്ടുകെട്ടുകൾ, ലാലെ നല്ല കൂട്ടുകെട്ടുകൾ, പ്രിയൻ ലാൽ കൂട്ടുകെട്ട്, പിന്നീട് സത്യൻ ലാൽ കൂട്ടുകെട്ട്, ശ്രീനിവാസൻ ലാൽ കൂട്ടുകെട്ട്, അങ്ങനെ കൂട്ടുകെട്ടുകളുടെ ഗുണഭോക്താവാണ് താങ്കൾ. അതാ ഒരു കൂട്ടുകെട്ടാത്. ഇത് ഒരുപാട് കാലം ഇവിടെയുള്ള പ്രേക്ഷകരെ രസിപ്പിച്ചു. ഇതിലെ ഒരു വിളി ഇപ്പോഴും മലയാളി മറന്നിട്ടില്ല ലാലേ, ദാസ വിജയ. ഇപ്പോഴും ഇവിടെ ഒരു കാർട്ടൂണിസ്റ്റ് ഈവൻ രാഷ്ട്രീയ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ദാസ വിജയ പറയും. നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? ഓരോരുത്തരും അതിൻ്റെതായ സമയമുണ്ട്. ദാസ അതൊക്കെയാണ് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഭാവുകത്വം നൽകിയത് ഇങ്ങനെയുള്ള ഈ 80കളിലെ സിനിമകളാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ശ്രീനിവാസൻ്റെ പേര് റെഫർ ചെയ്തിരുന്നു. കാര്യം ഒരുപാട് ചിത്രങ്ങൾ, സത്യനന്ദിക്കാണ്ട് എസ്പെഷ്യലി, അല്ലെങ്കിൽ പ്രിയൻ്റെ, അതിൽ ഏറ്റവും നല്ല ഹ്യൂമറിൻ്റെ ഏറ്റവും വലിയ എന്താണ് ഒരു സെറ്റയറാണ്. അത് ഹ്യൂമറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ വിശകലനം ചോദിച്ചാൽ എന്നോട് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹം സൈക്കോളജി കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തൊക്കെ. അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിലെ ഹ്യൂമർ പോലുള്ള അത് ഈ എടുത്തു പറഞ്ഞത് ശ്രീനിവാസൻ്റെ സിനിമകളാണ്. വടക്ക് നോക്കിയന്ത്രം, അല്ലെങ്കിൽ ഈ സന്മനസ്സുള്ളവർക്ക് സമ്മാനം, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് മലയാളികളുടെ ഹ്യൂമറിൻ്റെ ബോധം അതെങ്ങനെ, അതൊരു ബ്രിട്ടീഷ് ഹ്യൂമർ പോലെയാണ്. വളരെ വളരെ അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അത്തരം ഒരുപാട് നർമ്മങ്ങൾ, ഒരുപാട് ഹ്യൂമറുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. ലൈഫിനെ നന്നായി തീർച്ചയായിട്ടും. ഞാൻ അഭിനയിക്കാത്ത സന്ദേശം എന്നൊക്കെയുള്ള സിനിമ ഒരു പക്ഷേ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന കേരള പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ കീറിമുറിച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കാം. അതുപോലെ സ്പോർട്സ് ആയാലും ഒരുപാട് കാര്യങ്ങളിൽ വളരെ അറിവുള്ള ഒരാളാണ്. ഒരു ഹ്യൂമൻ ഏറ്റവും നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞാനായിട്ട് ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. സത്യമാണ്. ലാല, ഇപ്പം പ്രേക്ഷകർ വിചാരിക്കും ഈ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ബ്രിട്ടാസ് വിഡ്ഢിയ എന്ന് പറയും. ചോദിക്കണം. അപ്പോൾ ഈ ഒരു ഊഷ്മളത എവിടെയോ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചില ആൾക്കാർ. അല്ല, അവർക്കുള്ള മറുപടി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരിക്കലും അത് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് നേടും? എനിക്ക് എപ്പോഴും ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സത്യനന്ദിക്കാടുമായിട്ട് 10 വർഷം അഭിനയിച്ചിട്ടില്ല. ഇത് ഉദയനാണ് താരത്തിലുള്ള സിനിമയാണ്. മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിലെ സ്ക്രിപ്റ്റ് ലാല് നേരത്തെ നോക്കിയിരുന്നു. തീർച്ചയായിട്ടും നോക്കിയിരുന്നു. എന്നോട് ഒരു അന്യഭാഷയിലെ ഒരു സിനിമ നടൻ പറഞ്ഞു, അന്യഭാഷ. ഒരുപക്ഷെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വേറെ ഏതെങ്കിലും ഭാഷയിലായിരുന്നുവെങ്കിൽ ഒരു നടനും അതിൽ അഭിനയിക്കില്ല, അല്ലെങ്കിൽ ലാലിൻ്റെ സ്ഥാനത്ത് വേറെ ആളാണെങ്കിൽ അഭിനയിക്കില്ല. അത്ര സെൻസിറ്റീവാണ് നടന്മാർ മറ്റു ഭാഷകളിൽ. ലാലിനെ നമിക്കണം. അല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് ഞാൻ പറയുന്നു. കാര്യം എന്തറിയാമോ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ ആദ്യം സിനിമയിൽ വരുമ്പോൾ എൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നതെല്ലാം നമുക്കൊരിക്കലും കിട്ടാൻ, അല്ലെങ്കിൽ അങ്ങനൊരു ഏറ്റവും ബ്ലെസ്ഡ് ആക്ടർ, എൻ്റെ ഏറ്റവും കൂടുതൽ തിക്കുറിശി സുകുമാരൻ നായർ അല്ലേ. അപ്പോൾ അവരുടെ ഒക്കെ ഒരു സ്നേഹത്തിലൂടെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ വേണം, അങ്ങനെ ആയിരിക്കണം എൻ്റെ പ്രൊഫഷനെ കാണണം. അവർക്കൊന്നും ആരോടും അസൂയല്ല. ശങ്കരാടി സാറായാലും, ആലുംമൂടൻ ചേട്ടനായാലും അല്ലേ, സോമേട്ടനായാലും, സുകുമാരൻ, അല്ല, അങ്ങനെയുള്ള എല്ലാ വലിയ ആൾക്കാരുടെ കൂടെയും. അതുപോലെ തന്നെ തമിഴിലെ ഒരുപാട് പേര്. ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. അല്ല, അതുകൊണ്ട് ഈ എന്താണ് മനസ്സിലായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരം ഇപ്പോൾ ചോദിച്ചില്ലേ ഈ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് എന്താ കുഴപ്പം? അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മുഴുവൻ ഏറ്റവും നന്നായിട്ട് ഓടിയൊരു സിനിമയായിട്ട് നല്ലൊരു സിനിമയാണ്. ആ സ്ക്രിപ്റ്റിലൊരു പ്രത്യേകത വെച്ചാൽ ലാലെന്നുള്ള ഒരു വ്യവസായിയെ നന്നായിട്ട് പരിഹസിച്ചു ശ്രീനിവാസൻ. അതുകൊണ്ട് എന്താണ് കുഴപ്പം? അത് ലാലെന്നുള്ള വ്യവസായം അല്ലല്ലോ. അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ ഒരു തമാശ എന്ന് പറയുന്നത്, അതാണ് ഒരു ഹ്യൂമർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അതൊരു സറ്റയറായിട്ടാണ് പറയുന്നത് അല്ലേ. അല്ലാതെ ഞാനത് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ കുഴപ്പം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് എന്താ കുഴപ്പം? അപ്പോൾ അതിലൊന്നും എനിക്ക് തോന്നാത്ത ഒരു സങ്കടം മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്തിനാണ്? അത് കഴിഞ്ഞ് ശ്രീനിവാസൻ വീണ്ടും ഒരു പക്ഷേ ആ ഒരു സഭ്യമായ സറ്റയറിൻ്റെ വശം
ഭേദിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി വേറൊരു സിനിമ ഉണ്ടാക്കി. ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇതെന്നെക്കുറിച്ചല്ലെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പ്രശ്നം തീർന്നു. വേറെ ആര് പറയാണ് എൻ്റെ അടുത്ത്? ഞാനൊരു കാര്യം പറ്റേ, എനിക്ക് വിശ്വസിച്ചാലും ഇല്ലേലും എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വേറൊരാളുടെ കുറ്റം പറയില്ല. കാര്യം ഞാനത് ശ്രദ്ധിക്കില്ല. നിങ്ങളെക്കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ആയിക്കോട്ടെ, അതിനെന്താ, നിങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ലാൽ അങ്ങനെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുള്ളൂ ഞാൻ. അതുകൊണ്ടുള്ള സുഖം എന്താണ്? എനിക്ക് വേറെ നേരത്തെ ലാൽ പറഞ്ഞ പോലെ ഒരു ബാഗേജ് ഇല്ല. എനിക്ക് എപ്പോഴും ഒരാളെ കാണുമ്പോൾ വളരെ നേരെ പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കാം, എനിക്ക് അയാളെ കെട്ടിപ്പിടിക്കാം, അയാളുടെ മുഖത്ത് നോക്കി ഏറ്റവും മനോഹരമായിട്ട് ചിരിക്കാം. ഇത് ഞാൻ കള്ളത്തരമായിട്ട് പറയുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ മണിയമ്പിള്ള രാജുവൊക്കെ എനിക്കങ്ങനെ ഇല്ല. എന്നോട് അതായത് ഒരിക്കലും അയാളോട് സംസാരിക്കാൻ പാടില്ലാത്ത തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ അയാളോട് എനിക്ക് യാതൊരു പരിഭവം. ഇപ്പം ലാൽ പറഞ്ഞത് നന്നായി. എന്താ കാരണം അറിയോ? ഒരു പക്ഷേ ഒരു വിഭാഗം പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിക്കിട്ടി. അതൊരു കാരണം തിരിച്ചറിവാണ്. അറിയോ, ഇത് ഈ അഭിമുഖത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം ലാലിൻ്റെ തീർച്ചയായിട്ടും ചോദിക്കാം. ഇത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് പേരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? നിങ്ങൾക്കും പല ആൾക്കാർക്കും അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നു. അതിൽ ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് മറുപടി പറയേണ്ടത്. പിന്നെ ചോദിക്കുക എന്നുള്ള അങ്ങയുടെ ധർമ്മവും മറുപടി പറയാമെന്നുള്ള എൻ്റെ ധർമ്മവും. തീർച്ചയായിട്ടും.